ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാൽ പൊരിച്ചതാണ് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിന് ഞാനൊരു സോസ് പാനിലേക്ക് 1/2 കപ്പോളം കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് 250 ml 2.5 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം ഗ്യാസിലേക്ക് വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. 4-5 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമാകുമ്പോഴേക്കും നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയാവും. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിന് ഈ ചൂടോടെ തന്നെ മറ്റൊരു ബൗളിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിതാ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ശേഷം ഞാനൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയർ ഷേപ്പിൽ തന്നെ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ച് ആയിട്ടും തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബൗളുകളിലായി ബ്രെഡ് ക്രംസും കോൺഫ്ലവറും മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 5 ബ്രെഡ് പൊടിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ 1 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. മുട്ടയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും കോൺഫ്ലവറിൽ നന്നായിട്ടൊന്ന് 4 വശവും കോട്ട് ചെയ്തെടുക്കണം. കോൺഫ്ലവറിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. കോൺഫ്ലവർ ഒരുപാട് കൂടി പോകാൻ പാടില്ല. ബ്രെഡ് ക്രംസിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലായാലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് ഇതുപോലെ മുരിച്ചെടുത്താൽ മാത്രം മതിയാവും. ഞാനിവിടെ 2 സെറ്റായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.